ഹലോ ഗൈസ്, ഞങ്ങള് രാവിലെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുള്ളത് സ്മൂത്തിയാണ്. സോ അതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റോളോട്സ് ആണ്. ഇത് സ്ലഫ് ഫാമിന്റെ റോളോട്സ് ആണ് നമ്മുടെ ഇരിക്കുന്നത്. സോ ഈ ബ്രാൻഡ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞങ്ങൾ ഈ സ്പൂണിൽ 3 സ്കൂപ്പ് റോളോട്സ് ആണ് ഇടാറുള്ളത്. നോർമലി ഒരു 100 ഗ്രാംസ് റോളോട്സിൽ തന്നെ ഏകദേശം 350+ കലോറീസ് ഉണ്ട്. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഓക്കെയാണ്. ആൻഡ് ഓൾസോ ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും പ്രോട്ടീൻസും എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ചിയാ സീഡ് തീരാറായിട്ടുണ്ട്, വേറെ മേടിക്കണം. കുറച്ച് ഇടാറുള്ളൂ ഞങ്ങൾ. അടുത്തതായിട്ട് ഞങ്ങളുടെ സീഡ്സിന്റെ കലവറയാണ്. കണ്ട എല്ലാ സീഡും ഇതിനകത്തുണ്ട്. സോ കറക്റ്റ് പറഞ്ഞാൽ പംകിൻ, വാട്ടർമെലൺ, സൺഫ്ലവർ ആൻഡ് ഫ്ലാക്സ് സീഡ് ആണിത്. എല്ലാത്തിനും നല്ല കലോറീസ് ഉണ്ട്. സോ ഞങ്ങൾ ഒരു 10-15 ഗ്രാംസിനകത്തേ യൂസ് ചെയ്യാറുള്ളൂ. സോ ഓട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് പാലൊഴിച്ച് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. സോ ബാക്കി പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ രാവിലെയാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട്സ് ആഡ് ചെയ്യാറുണ്ട്. സീസണിലായിട്ട് ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വേവിച്ച് വെക്കാറുണ്ട്. ഇപ്പം പൊതുവെ മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ആണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നാളെ രാവിലെ കാണാം. അപ്പൊ രാവിലെയായി ഫ്രിഡ്ജിൽ വെച്ച ഓട്സ് എന്തായാലും എടുത്ത് നോക്കാം. അപ്പൊ ഓട്സ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ മനസ്സിലാവും ഓട്സ് ഒക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ സ്മൂത്തിയിൽ ആഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാംഗോ ആണ്. ഇത് ബംഗനപ്പള്ളി മാംഗോ ആണ്. നമ്മള് ജിയോ മാർട്ടിന്ന് ഓർഡർ ചെയ്ത. സോ ഇത് നല്ല മധുരമുള്ള മാങ്ങ. ഈ ഒരൊറ്റ മാങ്ങ ഇട്ടാൽ മതി, എനിക്ക് വേറെ ഒരു മധുരവും വേണ്ട. ലൈക്ക് ഇപ്പൊ അത്രയ്ക്ക് മധുരം ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ മധുരം കുറവാണെങ്കിൽ കുറച്ച് ഹണി ഇടാം. പക്ഷെ ഈ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, നല്ല മധുരമാണ്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. സോ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതൊക്കെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് വീഴുമ്പോൾ കിച്ചൺ സ്ലാബിൽ നിന്ന് എല്ലാം കൂടി ചുരുട്ടി കളയാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് മൊത്തത്തിൽ പിന്നെ തുടയ്ക്കാനും എടുക്കാനും ഒക്കെ നിൽക്കണം അതിന്റെ അഴുക്ക് വീണിട്ട്. സോ നമ്മൾ ഇത് ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. നമുക്ക് കട്ട് ചെയ്യാം. സോ നമുക്ക് പീലും കൂടി ചെയ്തെടുക്കാം. നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പം പീലോടെ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല, പീല് കളയണം. ഇതിന് കട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് എസ്തെറ്റിക്കലി കട്ട് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് നമുക്ക് എന്താണ് ലൈൻ കട്ട്. അങ്ങനെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ മാംഗോ എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിനി ഓട്സും പാലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ കുതിർന്ന ഓട്സും സീഡ്സും ആഡ് ചെയ്തു. മധുരം കുറച്ചും കൂടി വേണം എന്നുള്ളവർക്ക് ഈ ടൈമിൽ ഡേറ്റ്സും കൂടി ആഡ് ചെയ്യാം. അത്രയും തിക്നെസ് നമുക്ക് വേണ്ട. സോ നമുക്ക് കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ ശ്രീയഞ്ചേട്ടനാണ് വലിയ കപ്പി കുടിക്കാൻ വേണ്ടിട്ട്. സോ നമ്മുടെ സ്മൂത്ത് റെഡിയാണ്. നമുക്ക് കുറച്ച് ടോപ്പിംഗ്സ് ഇട്ട് കൊടുക്കാം. സോ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ് ഡ്രൈഡ് ബ്ലൂബെറി ആൻഡ് ക്രാൻബെറി മിക്സ് ആണ്. എനിക്കിത് അത്ര ഇഷ്ടമല്ല, ബട്ട് ചേട്ടന് ഒത്തിരി ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ മാംഗോ സ്മൂത്തി, ഓവർനൈറ്റ് മാംഗോ സ്മൂത്തി. നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ഉച്ച വരെ നമുക്ക് വിശക്കത്തില്ല. അപ്പം ബൈ ബൈ. ബൈ ബൈ അല്ല, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമന്റ്. ഓക്കെ, ആ പറഞ്ഞ സാധനങ്ങളൊക്കെ എല്ലാവരും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്ലർപ്പ് ഫാം. സോ ഞങ്ങൾ പുതിയ പോട്ട്സ് പൊട്ടിക്കുകയാണ്. എന്താ കുഞ്ഞത്? സ്ലർഫാണിന്റെ ജെമ്മ റോഡ്സ് നമ്മുടെ വെള്ളാപ്പാലാണ്. സോ നെക്സ്റ്റ് എസ്തെറ്റിക്കലി അവാർഡ് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക.
സബ്സ്ക്രൈബ് പിന്നെ ആര് ചെയ്യും? സബ്സ്ക്രൈബ് ചെയ്യും, കമന്റും കമന്റ് വേണമെങ്കിൽ ഇടുക കേട്ടോ. ബൈ ബൈ.